എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കം മാറ്റുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം 147 സങ്കീർത്തനം, അതിൻ്റെ 19 വാക്യവും 20 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിക്കുവിൻ. ആമേൻ. യാതൊരു ജാതിക്കും ചെയ്യാത്ത ഒരു കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്തു. എന്താ ചെയ്തത്? പറയാണ്, യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ വിധികളും വെളിപ്പെടുത്തി. നമ്മൾ ഓർക്കും ഒരു വചനം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമാണ്. പക്ഷേ ഒരു വചനം ലഭിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആമേൻ. ഞങ്ങൾ ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എത്ര സമയങ്ങളെടുത്താണ് ഈ ഒരു 5 മിനിറ്റത്തെ ഈ ശുശ്രൂഷ ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് ഞങ്ങൾക്കൊരു വചനം കിട്ടിയായിരുന്നെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നാൽ ഒരു വചനം കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിനൊരു വലിയ സ്നേഹമാണ്. യെസ്, നിങ്ങൾക്ക് ഈ ദിവസം ഒരു വചനം കിട്ടുമ്പോൾ, ഒരു ബലത്തിൻ്റെ വചനം കിട്ടുമ്പോൾ, അത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. ഇസ്രായേൽ ജനത്തോടും യാക്കോബ് ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് അത്ഭുതങ്ങളുടെ മാത്രമല്ല, അടയാളങ്ങളുടെ മാത്രമല്ല, മറിച്ച് അവർക്ക് തൻ്റെ വചനം തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തു. തൻ്റെ ചലനങ്ങൾ കാണിച്ചു കൊടുത്തു, തൻ്റെ പ്രിൻസിപ്പിൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ അവൻ യാതൊരു ജാതിക്കും ചെയ്തിട്ടില്ല, യാതൊരു ജാതിയും അവൻ്റെ വിധികൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ഇതിനകത്തൂടെ പറയുന്നു, ആരും അറിയാത്ത ചിലത് നിങ്ങൾ അറിയും, ആരും കേൾക്കാത്ത ചിലത് നിങ്ങൾ കേൾക്കും, ആർക്കും പ്രവർത്തിക്കാത്ത ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വിശേഷമായ സ്നേഹമാണ്. ആമേൻ. ഞാൻ ഈ വചനം പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ചിലത് നിങ്ങളുടെ മേൽ ദൈവം പകരാൻ പോവുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളെ ഒരു പ്രത്യേക യുണീക്കാക്കി മാറ്റുന്ന എന്തോ ചില അത്ഭുതകരമായ വചനങ്ങൾ, ദൂതുകൾ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. മറ്റാർക്കും ചെയ്യാത്ത ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് കർത്താവ് പറയുന്നു. മറ്റാർക്കും കൊടുക്കാത്ത ചിലത് നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് പറയുന്നു. കണ്ണുമടച്ച് ഈ വചനത്തെ വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു, തരാൻ പോകുന്നു. അത് നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. യെസ്, അത് ലഭിക്കുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, മറ്റാർക്കും ലഭിക്കാത്തതും കൊടുക്കാത്തതുമായ അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കുന്നു. കർത്താവ്, മറ്റാർക്കും ലഭിക്കാത്തതായ നന്മകൾ, വിടുതലുകൾ, കർത്താവെ വെളിപ്പാടുകൾ എല്ലാം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റാർക്കുമില്ലാത്ത അത്ഭുതകരമായ വഴിയിലൂടെ അങ്ങ് അവരെ കൊണ്ടുപോകുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ, ഈ അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി നിന്റെ മക്കളെ ഒരുക്കുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി നിന്റെ മക്കളെ ഒരുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിശയങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, ഒരു ന്യൂ ഡോർ
ഈ മക്കൾക്ക് വേണ്ടി തുറക്കണമേ. ഇപ്പോൾ തന്നെ രോഗത്താൽ ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ വേദനയിലൂടെ കടന്നു പോകുന്നവരെ അത്ഭുതങ്ങൾ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ജനം സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് കൂടെയുണ്ട്. സമാധാനത്തോടെ ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.